ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2026 റിലീസായ സൈറൻസ് കിസ് എന്ന കൊറിയൻ റൊമാൻറ്റിക് മിസ്റ്റീരിയസ് ത്രില്ലർ സീരീസിലെ എപ്പിസോഡ് 4 മുന്നേയുള്ള എപ്പിസോഡുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് കിമ്മിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും പുറത്തേക്ക് നോക്കുന്ന വൂസോക്ക് ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുന്ന ഹാനിനെ കാണുന്നു. ഇതുപോലെ തന്നെ കിം യോൻ ജെയും അവിടെ നിന്നും ഹാനിൻ്റെ ഫ്ലാറ്റ് വീക്ഷിക്കുമായിരുന്നു. ഹാൻ തന്നെ കാണാതിരിക്കാനായി അവിടെ നിന്നും വൂസോക്ക് പെട്ടെന്ന് മാറുന്നു. പിന്നെ അവിടെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഒരു വീടിൻ്റെ ഡെമോയ്ക്കകത്ത് ഒരു സ്വിച്ച് ഓഫ് ആയ ഫോൺ അവന് കിട്ടുന്നു. അവിടുന്ന് പിന്നോട് യുൻഹോയെ ചോദ്യം ചെയ്യുന്ന ഓഫീസറോട് അന്ന് പാർട്ടി കഴിഞ്ഞ് ഓപ്ഷൻ ഹൗസിലേക്ക് തിരികെ പോകുമ്പോൾ ലിഫ്റ്റ് വർക്കാവാത്തത് കാരണം സ്റ്റെപ്പ് വഴി പോയ ഞാൻ വെപ്രാളത്തിൽ റൂഫ് ടോപ്പിൽ നിന്നും ഹാൻ താഴേക്ക് വരുന്നത് കണ്ടു. എന്നെ കണ്ടവൾ ആകെ പരിഭ്രാന്തയായി. പിന്നീട് താഴേക്ക് വന്നപ്പോഴാണ് കിം മരിച്ചതെന്നറിഞ്ഞതും എനിക്കുറപ്പാണ് ഹാൻ തന്നെയാണ് അവളെ കൊന്നത്. അവൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും അവളുടെ കൺട്രോളിൽ കൊണ്ടുവരാറാണുള്ളത്. എൻ്റെ ചേട്ടൻ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളായിരുന്നു. അയാളാണ് ഇപ്പോൾ ആർട്ട് എക്സിബിഷൻ ഫോട്ടോയും എടുത്ത് നടക്കുന്നത്. പക്ഷേ എന്നാൽ കിം യൂൻ ജെയുമായി അടികൂടുന്ന വീഡിയോ ഞാനല്ല എടുത്തത്, വേണമെങ്കിൽ എൻ്റെ ഫോൺ സെർച്ച് ചെയ്യാമെന്നും അവൾ പറയുന്നു. എന്നെ അവൾക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് എൻ്റെ ഐഡൻറ്റിറ്റി പുറത്തു വരാതിരിക്കാനായി ഞാൻ വോയിസ് ഓവർ വഴി നിങ്ങളെ കോണ്ടാക്ട് ചെയ്തതെന്നും അവൾ കൂടെ ചേർക്കുന്നു. അങ്ങനെ ഹാനാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അങ്ങനെ പബ്ലിക് സെയിൽ തുടങ്ങുന്ന ദിവസം ഹാൻ അങ്ങോട്ടേക്ക് പോകാൻ വരുന്ന സമയത്ത് വൂസോക്ക് അങ്ങോട്ടേക്ക് വരികയും എനിക്ക് നിന്നോട് ഒരു 5 മിനിറ്റ് സംസാരിക്കണമെന്ന് പറയുമ്പോൾ എനിക്കതിന് സമയമില്ലെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്ന ഹാനിനോട് കിം യോൻ ജെക്ക് സോങ്സിനെ എങ്ങനെയാ പരിചയമെന്നും അവൾക്ക് എങ്ങനെ പോളിസിയെ പറ്റി അറിയാമെന്നും അവളോട് ചോദിക്കുമ്പോൾ അതൊക്കെ ഇനി അറിഞ്ഞിട്ടും ഒരു മാറ്റവും വരില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ലേലം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിലൊരു ബിസിനസ്മാൻ ലേലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയർവുമണിനെ കാണുമ്പോൾ അവർ ഒരു ആർട്ട് പീസ് കാണിച്ച് ഇത് വളരെ എക്സ്പെൻസീവ് ആണെന്നും ഇത് ഇന്ന് വാങ്ങിയാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരുപാട് സമ്പാദിക്കാമെന്നും അവൾ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ട് തന്നെ ആ ബിസിനസ്മാൻ വലിയ വില കൊടുത്ത് ആ ആർട്ട് പീസ് സ്വന്തമാക്കുന്നു. അപ്പോഴേക്കും ഹാനിനെ അറസ്റ്റ് ചെയ്യാനായി ഓഫീസറും കൂട്ടാളികളും അങ്ങോട്ടേക്ക് എത്തുകയും അവളെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പാർക്കിങ്ങിൽ നിന്നും കാർ എടുക്കാൻ തുടങ്ങുന്ന വൂസോക്ക് യുൻഹോയുമായി സംസാരിക്കുന്നത് കാണുന്നു. നീ എന്തിനു വേണ്ടി അവളെ ദ്രോഹിക്കുന്നതെന്നും അവൾ അതിനു മാത്രം നിന്നോട് എന്ത് തെറ്റ് ചെയ്തെന്നും നിനക്കെല്ലാം എന്നോട് പറഞ്ഞുകൂടായിരുന്നു എന്നും ചോദിച്ചപ്പോൾ ചേട്ടൻ ഒരിക്കൽ പോലും എന്നെ വിശ്വസിച്ചില്ല എന്ന് പറയുന്നത് കേട്ട് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും കാറും എടുത്ത് എങ്ങോട്ടേക്കോ പോകുന്നു. പിന്നീട് അവിടുന്ന് കിമ്മിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടിയ ആ ഫോൺ ഒരു ഹാക്കറിന് നൽകിയിട്ടുണ്ടായിരുന്നു അതിലെ ഡീറ്റെയിൽസ് എടുക്കാൻ. ഇതിൽ ഒരു പെയ്ഡ് ആപ്പ് ഉണ്ട്. അതുപയോഗിച്ച് ചുറ്റുമുള്ള വോയിസ് റെക്കോർഡ് ചെയ്യാൻ അതിന് കഴിയുമെന്നും കുറച്ച് ഡിസ്റ്റൻസിലായാൽ പോലും അത് പെർഫെക്റ്റായി തന്നെ റെക്കോർഡാകും എന്നും ഹാക്കർ വൂസോക്കിനോട് പറയുന്നു. ഫോണിലുള്ള ഓഡിയോ എല്ലാം ഫിംഗർ പ്രിന്റ് ലോക്കാണെന്നും എനിക്കതെല്ലാം ട്രാക്ക് ചെയ്യാൻ കുറച്ച് സമയം വേണമെന്നും അവനോട് ഇവൻ പറയുന്നുണ്ട്. പിന്നീട് അവിടുന്ന് അറസ്റ്റ് ചെയ്ത ഹാനിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഓഫീസർ നീ അന്ന് പറഞ്ഞതുപോലെ ഇനിയും ഞങ്ങളോട് കള്ളം പറയാൻ നിൽക്കണ്ട, നിനക്കെതിരെയാണ് എല്ലാ തെളിവുകളും, അതുപോലെ ഇതിനൊരു ദൃക്സാക്ഷിയും ഉണ്ടെന്ന് അയാൾ പറയുന്നു. ഈ സമയം തന്നെ യുൻഹോക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സത്യങ്ങളെല്ലാം ഇനി ഏറ്റുപറയാൻ ഓഫീസർ പറയുമ്പോൾ അന്ന് നടന്ന ഓരോ കാര്യങ്ങളും ഹാൻ പറയുന്നു. അന്ന് കിമ്മിനെ അന്വേഷിച്ച് തന്നെ ഞാൻ റൂഫ് ടോപ്പിൽ പോയിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ താഴേക്ക് വീണ് കിടക്കുന്ന കിമ്മിനെ കണ്ട് ഞാൻ ഒരുപാട് പേടിക്കുകയും എങ്ങനെയൊക്കെയോ സ്റ്റെപ്പ് വഴി താഴേക്ക് വരികയുമായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ അതൊന്നും വിശ്വസിക്കാത്ത ഓഫീസർ എങ്കിൽ കണ്ടപാടെ പോലീസിനെ എന്തുകൊണ്ട് നീ ഇൻഫോം ചെയ്തില്ല? എന്തായാലും നിനക്കെതിരെയാണ് എല്ലാ തെളിവുകളും, ഞങ്ങളുടെ പ്രൈം സസ്പെക്റ്റും നീയാണെന്നും അവളോട് പറയുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള അലിബൈ വേണമെന്ന് കൂടി അയാൾ പറയുന്നു. പിന്നീട് ലൂക്ക് ഹാനിൻ്റെ അറസ്റ്റിൻ്റെ ന്യൂസ് കേട്ട് ചിരിക്കുന്നു. അവനിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ശേഷം ഹാനിനെ കാണാൻ യുൻഹോക്ക് എത്തുന്നു. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ യുൻഹോ ആണല്ലേ എനിക്കെതിരെ മൊഴി കൊടുത്തതെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. നീ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നിന്നെ ഇവിടെ നിന്നിറക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് യുൻഹോക്ക് പറയുമ്പോൾ അവൾ അവൻ്റെ ചെവിയിൽ എന്തോ ഒന്ന് പറയുന്നുണ്ട്.
ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്ന ഓഫീസർമാർക്ക് അതങ്ങോട്ട് വ്യക്തമാകുന്നില്ല. അങ്ങനെ രാത്രി പോലീസ് സ്റ്റേഷനിലെ ഡിസ്കഷൻ റൂമിൽ ഇരിക്കുന്ന ജോ വൂസോക്കിനോട് കിമ്മിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടും നിനക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും അവൻ അവിടുന്ന് കിട്ടിയ ഫോണിൻ്റെ കാര്യം എന്തോ കാരണം കൊണ്ട് അവളോട് പറയുന്നില്ല. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഓഫീസർ എത്തുകയും നിനക്കെന്താ ഇവിടെ പണി എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ സോങ്സിൻ്റെ ഇൻഷുറൻസ് ഡീറ്റെയിൽസ് തരാൻ വന്നതാണെന്ന് പറയുകയും പിന്നെയും അവർ തമ്മിൽ ഒരു കശപിശ ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്നും ദേഷ്യത്തിൽ പുറത്തേക്കിറങ്ങുന്ന വൂസോക്ക് ഒരു ലേഡിയെ കാണുകയും അവർ നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്കെന്താ ഇവിടെ വന്നുകൂടെ എന്ന് ചോദിച്ച് അവൻ അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുന്നു. പോസോങ് അവൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞുവെങ്കിൽ അതൊന്നും നീ കാര്യമാക്കണ്ട എന്നും അവരോട് വന്ന് പറയുന്നുണ്ട്. ഹാൻ എന്തോ ചെവിയിൽ പറഞ്ഞിട്ട് അത് ചെയ്യാനായി യുൻഹോക്ക് ഓഫീസിലേക്ക് ഓടി വരികയും ഓപ്ഷൻ ഹാളിൽ എന്തോ ഒന്ന് അവൻ അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ വൂസോക്ക് അങ്ങോട്ട് വരികയും ഈ മെമ്മറി കാർഡാണോ നീ അന്വേഷിക്കുന്നതെന്ന് അവനോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഹാൻ പറഞ്ഞത് എന്താണെന്നറിയാൻ മൗത്ത് റീഡിംഗ് ചെയ്യുന്ന ഒരാളുടെ സഹായത്തിൽ അവൾ ഏതോ ഒരു മെമ്മറി കാർഡ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നറിഞ്ഞ് അവൻ യുൻഹോക്കിന് മുന്നേ ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കുന്നതും വളരെ വലിയ തെറ്റാണെന്ന് അവനോട് പറയുമ്പോൾ യുൻഹോക്ക് ഞാൻ തെളിവുകൾ നശിപ്പിച്ചതല്ല, സത്യം അറിയാൻ വന്നതാണെന്ന് പറയുമ്പോൾ എങ്കിൽ ആ സത്യം നമുക്ക് ഒരുമിച്ച് നോക്കാമെന്നും വൂസോക്ക് പറയുന്നു. ആ മെമ്മറി കാർഡിൽ ഹാൻ കിമ്മ് മരിക്കുന്ന അതേ സമയത്ത് റൂഫ് ടോപ്പിലേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നും കിമ്മ് താഴേക്ക് വീഴുന്ന സമയത്ത് അവൾ റൂഫ് ടോപ്പിൽ ഇല്ല എന്നത് അവർക്ക് മനസ്സിലാകുന്നു. കിമ്മിൻ്റേതൊരു കൊലപാതകമല്ല, അതൊരു ആത്മഹത്യയാണെന്ന് പറഞ്ഞ് ഫയൽ ക്ലോസ് ആക്കാൻ ഹയർ ഒഫീഷ്യൽസിൽ നിന്നും ഞങ്ങൾക്ക് പ്രഷർ ഉണ്ടെന്നും ജോ വൂസോക്കിനോട് പറയുന്നു. അങ്ങനെ കുറ്റവിമുക്തയായി ഹാൻ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു. പിറ്റേന്ന് ഓഫീസിലേക്ക് എത്തുന്ന ഹാനിനെ കണ്ട് യുൻഹോ അന്തം വിടുന്നുണ്ട്. വൂസോക്കിൻ്റെ ഓഫീസർ വന്ന് ഇനിയെങ്കിലും ആ കേസ് ഒന്ന് വിടാൻ അവനോട് പറയുമ്പോൾ അവന് എന്തോ ദേഷ്യം വന്ന് അവിടെ നിന്നും പോകുന്നു. ഹാൻ ചെയർവുമൺ കിം സിയോണിനോട് സംസാരിക്കുമ്പോൾ ഞാനൊരു വക്കീലിനെ വിടാനിരുന്നതാണ്, അതിനു മുന്നേ നീ ഇറങ്ങിയത് എന്തുകൊണ്ടും നന്നായെന്നും അവളോട് പറയുന്നു. പിന്നീട് ഹാക്കറുമായി സംസാരിക്കുന്ന വൂസോക്ക് അതിൽ നിന്നും ഹാനിൻ്റെ വോയിസ് റെക്കോർഡുകൾ മാത്രം സോർട്ട് ചെയ്ത് അവൻ അയച്ചു കൊടുക്കുന്നു. പോകുന്നേരം ചേച്ചിയുടെ കാമുകൻ ഹ്യുൻസുവിൻ്റെ കറണ്ട് ഡീറ്റെയിൽസും എനിക്ക് നീ ഒപ്പിച്ചു തരണമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകുന്നു. പിന്നീട് കിമ്മിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ച് ആ ഓഡിയോകളെല്ലാം കേൾക്കുമ്പോൾ ഹാനിൻ്റെ വീട്ടിൽ വന്നവരുമായും ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ വന്ന കോളുകളുടെയും എല്ലാം റെക്കോർഡിംഗ് ആണ് അതിനകത്തുണ്ടായിരുന്നത്. കിം എന്തിനായിരിക്കും ഹാനിൻ്റെ ഇക്കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തതെന്നും ഹാനിൻ്റെ പുറകെ പോയതെന്തിനാണെന്നും അവൻ ആലോചിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന വീടിൻ്റെ ഡെമോയിലെ 2 പാവകളെ കാണുമ്പോൾ അതിലൊന്ന് ഒരു ഡോക്ടറുടെയും മറ്റൊന്ന് മൈക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടേതാം ആയിരുന്നു. അതായത് നേരത്തെ ആങ്കറായി ജോലി ചെയ്തിരുന്ന കിമ്മിൻ്റേതാണ് അതിലെ ഒരു ടോയ് എന്നും അപ്പോൾ അന്ന് അവളുടെ അമ്മ പറഞ്ഞതുപോലെ അവളുടെ കാമുകനും ഹാനിൻ്റെ മുൻ കാമുകൻ ഡോക്ടറും മിക്കവാറും ഒരാൾ തന്നെ ആയിരിക്കുമെന്നും അതുകൊണ്ട് തന്നെയാകും ഡോക്ടറുടെ മരണശേഷം ഡിപ്രഷനിലായി അവൾ ആങ്കർ ജോലി നിർത്തിയതും ഹാനിനെ ക്ലോസ് വാച്ച് ചെയ്യാൻ അവൾ ഓപ്ഷൻ കമ്പനിയിൽ ജോലിക്ക് ചേർന്നതെന്നും അവന് മനസ്സിലാവുന്നു. പിന്നീട് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയ ഹാൻ ഒരു ഡോക്ടറെ കാണുമ്പോൾ ഇതൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറയുമ്പോൾ അന്ന് അവളെ പരിശോധിച്ച ഡോക്ടർ ചോയി അവളോട് മിസ്ബിഹേവ് ചെയ്തത് അവൾ അങ്ങനെ ഓർക്കുന്നു. തനിക്ക് ഹയർ ഡോസ് മരുന്ന് തന്നാൽ മതി, വേറെ ഡോക്ടറെ ഒന്നും കാണുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു നിർവാഹവുമില്ലാതെ അവൾക്ക് ഡോക്ടർ ഹയർ ഡോസ് മരുന്ന് പ്രിസ്ക്രിപ്ഷൻ നൽകുന്നു. ഡോക്ടർക്ക് ഹാനിനു മുന്നേ ഒരു മുൻകാമുകി ഉണ്ടെന്നും നേഴ്സ് പറഞ്ഞിരുന്നതോർത്ത് അവരെ കാണാൻ പോവുകയാണ് വൂസോക്ക്. അതായത് TV ആങ്കർ ആയിരുന്ന കിം ആയിരുന്നു ഡോക്ടറിന് ആദ്യ കാമുകി. എന്നാൽ ഹാനിനെ കണ്ടതു മുതൽ അവരുമായി ഡോക്ടർ ബ്രേക്കപ്പ് ആവുകയും എന്നാൽ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കിം യൂഞ്ചയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണാൻ അവർ ക്ലിനിക്കിൽ വരുമായിരുന്നു എന്നും ഒരു ദിവസം അങ്ങനെ ഇവർ സംസാരിച്ച് അടിയാവുകയും അന്ന് ഡോക്ടർ ചോയുടെ മുഖത്ത് മുറിയാവുകയും ചെയ്തിരുന്നുവെന്നും അവർ ഓർത്തെടുക്കുന്നു. പക്ഷേ ഹാനിന് ഡോക്ടർ ചോയി കിമ്മുമായി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന കാര്യമൊന്നും അറിയില്ലായിരുന്നുവെന്നും അയാൾക്ക് അവളോട് ഭ്രാന്തമായ പ്രണയമായിരുന്നുവെന്നും അവർ കൂടിച്ചേർക്കുന്നു.
പിന്നീടന്ന് ബിസിനസ്മാൻ ഹാനിനെ കാണുകയും അന്ന് ലേലത്തിൽ ആ പെയിന്റിംഗ് വാങ്ങാൻ സഹായിച്ചതിന് നന്ദി, ബുസാനിൽ വെച്ച് തൻ്റെ ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട്, നിങ്ങളുടെ ചെയർവുമണിന് ഈ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കണമെന്നും പറയുമ്പോൾ അവൾ അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. അങ്ങനെ ലേലത്തിൽ പോയ ആ പെയിന്റിംഗ് നോക്കി ഹാൻ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വൂസോക്ക് വരുന്നത്. അങ്ങനെ അവൻ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളെല്ലാം പറയുകയും തൻ്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുത്ത ദേഷ്യത്തിലാണ് നിങ്ങളുടെ പുറകെ കിം നടന്നതും നിങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിച്ചതും. പക്ഷേ എന്നാൽ നിങ്ങളുടെ 3 കാമുകന്മാരും മരിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല, എനിക്ക് വെറും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഹാൻ നടക്കുമ്പോൾ അവൾ തലകറങ്ങി വീഴുന്നു. ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അവൾ ഓവർഡോസായി മരുന്നെടുത്തിട്ടുണ്ടെന്നും ബോഡി വീക്കാണെന്നും പറയുന്നത് കേട്ട് അവളെ കാണാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബെഡിൽ അവളെ കാണുന്നില്ല. അവൾ നേരെ പോകുന്നത് ഓപ്ഷൻ ഹൗസിലേക്ക് തന്നെയാണ്. അവിടെയുള്ള ഒരു ഫയർ പെയിന്റിംഗ് കണ്ട് തീക്കുള്ളിൽ 2 പേർ പെട്ടുകിടക്കുന്ന ഒരു ഹാലുസിനേഷൻ അവൾക്കുണ്ടാകുന്നു. അപ്പോൾ ലൂക്ക് അവിടെ വന്നിട്ടുണ്ടെന്ന് സ്റ്റാഫ് പറയുമ്പോൾ അവൾ അവനെ പോയി കാണുകയും നീ അയച്ച പ്രൊപ്പോസൽ ഞാൻ കണ്ടെന്നും ഞാനത് സൈൻ ചെയ്താൽ എനിക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുക എന്നും അവൻ ഫ്ലേർട്ട് ചെയ്യുമ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടാത്ത അവൾ തിരികെ പോകാൻ തുടങ്ങുന്നു. നിങ്ങൾ അങ്ങനെ അങ്ങ് പോയാലോ, അപ്പോൾ ഞാനൊരു ലൂസറായി പോകില്ലേ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് ചോദിക്കുന്നത് കാണിച്ച് പിന്നെ കാണിക്കുന്നത് കിമ്മിന്റെ ബാക്കിയുള്ള ഓഡിയോ കേൾക്കുന്ന വൂസോ ഹാൻ അവളുടെ ഫ്രണ്ട് ഹോങ്ജിയുമായി സംസാരിക്കുന്നത് കേൾക്കുന്നു. നീ ഇങ്ങനെ ഡൗൺ ആയി പോകരുത്, നീ നിന്റെ വിഷമങ്ങളൊന്നും ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി വയ്ക്കാതെ നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ എന്നും അന്ന് നിന്റെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഇരുന്നത് പോലെയാണ് നീ ഇപ്പോഴും ഇരിക്കുന്നതെന്നും പറയുമ്പോൾ അന്ന് അവർക്ക് പകരം ഞാൻ മരിച്ചാൽ മതിയായിരുന്നു എന്ന് അവൾ പറയുന്നത് കേട്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്താണ് പറ്റിയതെന്നറിയാൻ അവൻ തീരുമാനിക്കുന്നു. അവളെ നല്ലപോലെ അറിയാവുന്ന യുൻഹോക്കിനെ പോയി കാണുകയും ഹാനിനെ അത്രത്തോളം വിശ്വസിക്കുന്ന യുൻഹോക്കിനോട് അവളുടെ പാരൻസിന് എന്തു പറ്റിയെന്നും ചോദിക്കുമ്പോൾ അവൾക്ക് 15 വയസ്സുണ്ടായിരുന്ന സമയത്ത് അവളുടെ അച്ഛനും അമ്മയും മരിച്ചു എന്ന് മാത്രം പറയുന്ന അവനോട് എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ഇനിയും ആ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കുന്നത്, ഓരോന്നും പറഞ്ഞ് കുത്തി വേദനിപ്പിക്കാനാണോ എന്നും ഈ കേസിന് അതുമായി യാതൊരു ബന്ധവുമില്ല എന്നും പറയുമ്പോൾ അങ്ങോട്ടേക്ക് യുൻഹോ വരുന്നു. അതൊരു ഫയർ ആക്സിഡന്റ് ആയിരുന്നു എന്നും അത് ആ സമയത്ത് വലിയ പത്രവാർത്തയായിരുന്നു എന്നും ഹാനിന്റെ കൂടെയുള്ളവർക്ക് എപ്പോഴും ദൗർഭാഗ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ അവരുടെ കൂടെ കൂടുന്നതും എനിക്ക് പേടി എന്ന് പറയുമ്പോൾ അവളെയും വലിച്ചുകൊണ്ട് യുൻഹോക്ക് അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം ആ ഫയർ ആക്സിഡന്റ് ഡീറ്റെയിൽസ് ജോ വൂസോക്കിന് കൊണ്ട് നൽകുകയും അതൊക്കെ കണ്ട് ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ബാഡ് ലക്ക് ഉള്ളത് കൊണ്ടാണോ അവളുടെ ചുറ്റുമുള്ള എല്ലാവരും മരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളെ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് കുറച്ച് ക്രൂരമാണല്ലോ എന്ന് അവൻ സ്വന്തമായി തന്നെ പറയുമ്പോൾ എല്ലാം സത്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയല്ലേ എന്ന് ജോ അവനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. പിറ്റേന്ന് സോങ്സിന്റെ മെമ്മോറിയൽ സെറമണിക്ക് പോകാൻ അവൾ തീരുമാനിക്കുമ്പോൾ ഹോങ്ജി അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ പോകാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ അവളെ കാണുന്ന സോങ്സിന്റെ അമ്മ നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ മകൻ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ എന്നും പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുന്നു. അവളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അങ്ങനെ സംസാരിക്കുന്നത് കണ്ട് യുൻഹോക്ക് അത് തടയാൻ പോകുമ്പോൾ യുൻഹോ അവനെ പിടിച്ചു വെക്കുന്നു. ഇതെല്ലാം താഴെ നിന്ന് അങ്ങോട്ട് വന്ന വൂസോക്കും കാണുന്നുണ്ട്. ആ സമയം സോങ്സിന്റെ അനിയൻ അങ്ങോട്ടേക്ക് എത്തുകയും അമ്മയെ പിടിച്ച് മാറ്റുകയും ചെയ്ത് ഹാനിനോട് എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും മാറുന്നു. ഇൻഷുറൻസ് പോളിസിയുടെ പേപ്പറുകൾ കൊടുത്ത് ഇത്രയും വലിയ എമൗണ്ടിൽ ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ ഒരു ഇൻഷുറൻസ് എടുത്തതും അത് പിന്നീട് ക്യാൻസൽ ചെയ്തതും, പോരാത്തതിന് അതിൽ ബെനിഫിഷ്യറി ആയി നിങ്ങളായിരുന്നു, ഇതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് ഹാൻ പറയുമ്പോൾ എങ്കിലേ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അതായത് റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്ന അനിയൻ കിമ്മുമായി സോങ്സിൻ സംസാരിക്കുന്നത് കേൾക്കുന്നതും നിങ്ങളിപ്പോൾ അവളെ ഉപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും എൻ്റെ ചോയ് മരിച്ചതുപോലെ തന്നെ മരണപ്പെടുമെന്നും നീയും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടല്ലോ എന്നും അവൾ പറയുന്നത് കേൾക്കുന്ന ബ്രദർ അന്നത് വലിയ കാര്യമാക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ കൂടിച്ചേർക്കുമ്പോൾ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടൻ മരിക്കുന്നതിന് 2 ആഴ്ചകൾക്ക് മുമ്പാണ് അവർ വന്ന് അതെല്ലാം പറഞ്ഞതും നിങ്ങൾക്കത് പറയാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ഞാനത് അവരോട് ചോദിക്കാമെന്നും പറയുന്നു. അപ്പോൾ ഹാൻ കിം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് അവനോട് പറയുന്നു. അത് കേട്ട് അവൻ ശരിക്കും ഷോക്കാകുന്നു. സോങ്സിന് ഇൻഷുറൻസിനായി നൽകിയ തുക
അവൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ തിരികെ വരുമെന്ന് പറയുന്നു കേൾക്കുന്ന ബ്രദർ, അതെനിക്കറിയാം, എന്നെ ഒരു ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്റർ വിളിച്ച് അത് പറഞ്ഞായിരുന്നു എന്നും പക്ഷേ ഇതിനെല്ലാം പിന്നിൽ നീയല്ലേ എന്നും പറഞ്ഞ് അവളോട് തട്ടിക്കയറുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന യൂസോക്ക് അവനെ പിടിച്ച് മാറ്റുന്നു. നിന്നെ വിളിച്ച ഇൻഷുറൻസ് ഇൻവെസ്റ്റിഗേറ്റർ അത് ഞാനാണെന്ന് പറയുന്നു. പിന്നീട് സോങ്സിൻ്റെ ചടങ്ങുകൾ നടക്കുന്നതും സോങ്സിൻ അവൾക്ക് നൽകിയ ആ റിംഗ് അവൾ അവിടെ വെച്ച് ഊരിയെറിയുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന വൂസോക്ക്, നിനക്ക് ചുറ്റുമുണ്ടായിരുന്ന നിന്നെ സ്നേഹിച്ചവർ എല്ലാവർക്കും സ്വാഭാവിക മരണം തന്നെയായിരുന്നു. അതിന് നിനക്ക് യാതൊരു പങ്കുമില്ലേ എന്നും നിനക്ക് അവരെയൊക്കെ നഷ്ടപ്പെട്ടത് നിന്റെ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്നും ചോദിക്കുമ്പോൾ നിങ്ങൾക്കിപ്പോഴും ഞാൻ ഒരാളെ കൊല്ലാൻ പ്രാപ്തയാണെന്ന് തോന്നുന്നു എന്നും ഞാൻ നിങ്ങളോട് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളതൊരിക്കലും വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് അവൾ അവിടുന്ന് ചാടാനായി പോകുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ വൂസോക്ക് അവളെ രക്ഷപ്പെടുത്തുന്നു. എന്നെ എന്തിനാണ് രക്ഷപ്പെടുത്തിയത്? ഞാൻ ഉള്ളത് കൊണ്ടാണല്ലോ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ മരിക്കുന്നതും, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ പ്രശ്നം തീരുമല്ലോ എന്നും ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് സത്യം എന്താണെന്ന് അറിയണം, അങ്ങനെ മരണത്തിന് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല എന്നത് കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.